നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചില ദിവസം ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഹായ് ഗായ്സ് മാനിഫെസ്റ്റിംഗ് മൈ ഡ്രീം ഹെയർ ഡേ 4 ബൈ 365. അതെ, കുറച്ച് ദിവസങ്ങൾ ഞാൻ എൻ്റെ ഹെയർ കെയർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാക്റ്റ് പറഞ്ഞ ഒരു 4 ദിവസം. എനിക്ക് ഹെയർ കെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്ന് എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് അറിയാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വന്ന കാര്യങ്ങളാണ് അവസാനം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഹെയർ കെയർ ജേർണിയിലും മേ ബി അങ്ങനെ ആയിരിക്കും. ലൈഫിൽ നമ്മൾ പലപ്പോഴും ആളുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മളെ തന്നെ പിന്നിലാക്കും. അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത പല തീരുമാനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഞാൻ പോലും പല സ്ഥലങ്ങളിലും നോ പറയാതിരുന്നതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഓരോ എക്സ്പീരിയൻസും നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. ഓക്കെ, ഇനി ഇന്നത്തെ ഹെയർ കെയറിലേക്ക് വരാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാക്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച ഉലുവയാണ് ട്ടോ. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി വരുന്ന ആ ഒരു ടൈമിലേ നിങ്ങൾ എടുക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇട്ട് വെച്ചിട്ട് നാളെ ജെൽ കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതെടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ. അല്ലാതെ വെച്ചാൽ ചിലപ്പം നല്ല സ്മെല്ലായിട്ട് കേടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ മാക്സിമം ജെൽ കൺസിസ്റ്റൻസി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ഷാമ്പൂ എഫക്റ്റ് കിട്ടും കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ താളിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. ആദ്യം ഇട്ടത് നെല്ലിക്കാപ്പൊടിയാണ്, പിന്നെ ഇട്ടത് താളിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആ ഒരു ടിന്നിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നില്ല, അങ്ങനെയാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അപ്പോൾ നമ്മുടെ മിശ്രിതം, നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ ആ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ഉലുവ വെള്ളവും നെല്ലിക്കാപ്പൊടിയും താളിപ്പൊടിയും. ഓക്കെ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഹെയർ കെയർ സ്കിപ്പ് ചെയ്തതുകൊണ്ട് ഇന്ന് സ്കാൽപ്പിനൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം. അപ്പോൾ 4 ദിവസത്തെ ആ ഒരു ഹെയർ കെയർ സ്കിപ്പ് ചെയ്തതിൻ്റെ നല്ല എഫക്റ്റ് എൻ്റെ മുടിയിൽ കാണാം കേട്ടോ. നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. തൊട്ടാൽ തന്നെ മുടി കൊഴിഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹെയർ കെയർ സ്കിപ്പ് ചെയ്യുന്ന ദിവസം ഒന്നും ചീകത്ത് പോലും ഇല്ല. കാര്യം അത്രത്തോളം എനിക്ക് സ്ട്രെസ്സോ മടിയോ ക്ഷീണോ അങ്ങനത്തെ ഒക്കെ ഒരു ഡേ ആയിരുന്നു ആ ഒരു 4 ദിവസം. പിന്നെ അതിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം കൂടിയുണ്ട്. അത് പോസിറ്റീവായിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ ആയിരുന്നായിരിക്കാം മേ ബി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയം അത് സക്സസ് ആകാം, മേ ബി അത് ഫെയിലിയർ ആകാം. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ബട്ട് ഫെയിലിയർ ആയാലും ഞാനത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് പറയേണ്ടത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നറിയാം. എന്തായാലും നിങ്ങൾ ഹെയർ കെയറിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിൽ അപ്ലൈ ആക്കിയിട്ടുള്ള ഐറ്റം ഓക്കെ, അതായത് നമ്മുടെ ഉലുവ എന്ന് പറയുന്ന ഒരുപാട് ഹെയർ കെയർ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മുടെ ഉള്ളോട് കൂടി നല്ല പുതിയ പുതിയ ബേബി ഹെയർസ് വരാനായിട്ടും സ്കാൽപ്പിന് നല്ലൊരു നറിഷ്മെൻറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടിക്ക് സോഫ്റ്റ് ഫീൽ കൊടുക്കാനും ഒക്കെ സഹായിക്കും. നെല്ലിക്കാപ്പൊടിയും സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും നാച്ചുറൽ ഷൈൻ കിട്ടാനും ഒക്കെ സഹായിക്കും. ഞാൻ ആദ്യം നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ, സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിൽ അപ്ലൈ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് വെക്കുക. അത്യാവശ്യം നമ്മൾ ഇപ്പം ഹെയർ ഇങ്ങനെ ഇതുപോലെ ഒരു ഡ്രീം ഹെയർ ഒക്കെ ആഗ്രഹമുള്ളവർ അത്യാവശ്യം ടൈം ഹെയറിൽ വെക്കുക. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമ്മൾ ഈ ഒരു ജേർണിയിൽ മാക്സിമം നമ്മൾ കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യില്ല. പിന്നെ എഗ്ഗൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അപ്പം ഏട്ടന് സ്മെല്ല് പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ കെമിക്കൽ ഷാമ്പു മേ ബി അപ്ലൈ ആക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മൈൽഡ് ഷാമ്പു മാത്രമേ അപ്ലൈ ആക്കുള്ളൂ ഈ ഒരു ജേർണിയിൽ. അത് ഞാൻ മുൻകൂട്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ജേർണിയിൽ മാക്സിമം കെമിക്കൽ ഷാമ്പു അവോയ്ഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് കെയർ എങ്ങനെയാണെന്ന് കൂടി കാണാം കേട്ടോ. അപ്പം പൊതുവേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഹെയർ പാക്ക് അപ്ലൈ ആക്കിയാൽ പിന്നൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നൈറ്റ് കെയറും കൂടി ഒന്ന് കൊടുക്കാമെന്ന് വെച്ചു. കുറേ നാൾ നമ്മൾ ഒരു കെയറും കൊടുക്കാതിരുന്നില്ലേ, കുറേ നാളല്ല, ഒരു 4 ദിവസം. 4 ദിവസം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 4 ദിവസം സ്കിപ്പ് ചെയ്താൽ ഞാൻ എൻ്റെ മാനിഫെസ്റ്റിംഗ് ഹെയറിൻ്റെ റിസൾട്ടിൻ്റെ ടൈമിൽ ഒരു 4 ദിവസം അധികം കൂടി കെയർ കൊടുത്തിട്ട് ഞാൻ ഫൈനൽ റിസൾട്ട് കാണിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ സ്കിപ്പായിട്ട് വരില്ല കേട്ടോ. ഞാൻ ഇൻ കേസ് ഞാൻ അതുകൊണ്ട് പ്രീ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ തന്നെ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒട്ടേ പോലും സ്കിപ്പ് ആകരുത് എന്ന് എനിക്ക് ഭയങ്കര ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പോകെ പോകെ ഇനി എവിടെയെങ്കിലും സ്കിപ്പ് ആകുന്നതെന്ന് എനിക്കറിയില്ല. ഇൻഷാ അള്ളാ എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ നൈറ്റ് കെയറിൽ ചെയ്യുന്നത് നമ്മുടെ മുടി ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ വേണം കേട്ടോ. ഡീറ്റാങ്കിൾ ചെയ്ത് സ്കാൽപ്പിന് ഒരു ജെൻറ്റൽ മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ വീഡിയോ സ്പീഡിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സ്പീഡിൽ ഭയങ്കര റബ്ബ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് മസാജൊക്കെ കൊടുക്കുന്നതിന് മുമ്പ്
ഫസ്റ്റ് ഡീറ്റാങ്കിൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം നമ്മളിപ്പം എന്താണ് മുടി അത്യാവശ്യം സ്കാൽപ്പൊന്ന് കുറച്ച് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ദാ ഈ ഒരു വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഹെയർ ഓയിൽ മാത്രം ഒഴിക്കുക. സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ആക്കി കൊടുക്കുക. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഓവറായിട്ട് നമ്മുടെ മസാജ് ചെയ്താൽ, ഹെയർ അല്ല സ്കാൽപ്പിൽ മസാജ് ചെയ്താൽ മുടി കൊഴിയുന്നുണ്ടെന്ന് ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോയിലല്ല, വേറെ വീഡിയോസിൽ അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ സ്കാൽപ്പിന് ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ സ്ട്രെസ്സ് കുറയാനായിട്ടും സഹായിക്കും. അതായത് ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കാൽപ്പ് പോലും അറിയാണ്ട് മസാജ് ചെയ്യണം. ഈ വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ തല മാന്തി പറിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഹാർഡായിട്ട് റബ്ബ് ചെയ്യുന്നതും ഓവർ സ്റ്റിമുലേഷൻ ചെയ്യുന്നതും നല്ലതല്ല. നമ്മുടെ ഹെയറിനും കുറച്ചൊക്കെ സ്നേഹവും കെയറും ഒക്കെ വേണം അല്ലേ. നമ്മളങ്ങനെ ടോർച്ചർ ചെയ്താൽ ഹെയറിൻ്റെ പണി നോക്കി പോകും, പൊഴിയാനായിട്ടും ഒക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ഹെയറിന് കുറച്ച് സ്നേഹം കൊടുത്ത് ജെൻറ്റിലായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായിട്ട് അങ്ങോട്ട് വരും. പിന്നെ ഇത് ഹെയർ ലെങ്തിലും, അതായത് ഹെയർ ലെങ്തിലൊന്നും പോയിട്ട് നമ്മൾ മസാജ് പൊതുവെ ആരും ചെയ്യാറില്ല. അതിനാണ് നമ്മൾ ഡീറ്റാങ്കിളും കോമ്പിങ്ങും ഒക്കെ ചെയ്യുന്നതല്ലേ. നന്നായിട്ട് മുടി ചീകുന്ന ടൈമിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിലും അല്ലെങ്കിൽ ന്യൂട്രീഷൻസൊക്കെ നമ്മുടെ ഹെയറിന് വേണ്ടുന്ന നറിഷ്മെൻ്റ് ആയിട്ടോ മോയ്സ്ചറൈസർ പോലെയോ ഒക്കെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് മുടി ചീകുന്നതും ഹെയർ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡീറ്റാങ്കിൾ ചെയ്യാണ്ടിരുന്ന, ജടയൊക്കെ കളയാതിരുന്ന ഒരുപാട് മുടി പൊട്ടിപ്പോകാനായിട്ടും കൊഴിഞ്ഞു പോകാനായിട്ടും മുടി നശിക്കാനായിട്ട് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ജട കളയാതെ മുടി വെക്കുന്നതാണ്. എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമായിരുന്നു കേട്ടോ അത്. എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ മുടി നോക്കത്തേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ മുടി അന്ന് കൊഴിയുന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. അതിൻ്റെ റീസൺ മേ ബി അന്ന് ഹെൽത്തി സ്കാൽപ്പ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷനൊക്കെ ശരീരത്തിന് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ഫുഡിൻ്റെയൊക്കെ ആയിരിക്കാം. ഓക്കെ, പിന്നെ കുഞ്ഞു പ്രായമാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ഒരു കുട്ടിക്കാലത്ത് അത്യാവശ്യം എല്ലാവർക്കും ഹെയർ ഉള്ളവരാണ്. പിന്നെ കുട്ടിക്കാലത്ത് ഹെയർ ഇല്ലാണ്ട് വലുതായപ്പം ഹെയർ കെയർ ചെയ്ത് വളർത്തിയെടുത്തവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഹെയറിന് ഒരു കെയർ കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് മുടി വളർന്ന് കിട്ടും കേട്ടോ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും മടിയുള്ള ഒരാളാണ്. എന്നിട്ട് എന്നെക്കൊണ്ട് ഹെയർ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തതിനെ പറ്റി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ മുടി വെട്ടിക്കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഷോർട്ട് ഹെയർ വെക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുടി വെട്ടുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേട്ടോ. പക്ഷെ അതൊന്നും സാരമില്ല. നമ്മൾ വെട്ടിയതിൻ്റെ ഇരട്ടി മുടി നമ്മൾ വളർത്തിയെടുക്കും അല്ലേ. അപ്പം എല്ലാവരും ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് നമുക്ക് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാം. അപ്പം നിങ്ങളും ഈ ഒരു ചലഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. Day 4 ഡൺ എന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കറിയാവുന്ന നോളജ് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നോളജ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഹെയർ കെയർ ടിപ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിലൊന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്കും അതൊന്ന് ലേൺ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് വല്ല മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവിടെ നിന്ന് ക്ലിയർ ആക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ന്യൂ ഹെയർ കെയർ ടിപ്സ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ടും പറ്റും. സോ ഹാപ്പി ഫോർ ദിസ് ജേർണി. ഇനി മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മൾ വെറുതെ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, വിശ്വാസവും വേണം, അതുപോലെ പ്രവൃത്തിയും വേണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ബാക്കി നല്ലത് സംഭവിക്കുക എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. സോ Day 4 ഡൺ. സീ യു ഓൺ Day 5.